Good morning. Okay. എല്ലാവരും എത്തി പേരായിട്ടുണ്ടല്ലേ. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ലബോറട്ടറിയുടെ സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് പറഞ്ഞോണ്ടിരുന്നത് അല്ലെ. റേഡിയേഷൻസ് വരെയും എത്രയാണ് നമ്മള് 5 പോയിന്റ് ആയിരുന്നു നമ്മള് പറഞ്ഞത് അല്ലെ. അഞ്ചാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മള് ലബോറട്ടറിയിലുള്ള ജനറൽ സേഫ്റ്റി മെഷേഴ്സ് എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നോക്കിയത്. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? എല്ലാ ലബോറട്ടറിയിലുള്ള പേഴ്സൺസ് ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ജോലിക്കാർക്കും ലബോറട്ടറിയുടെ സേഫ്റ്റി പോളിസികളെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം അല്ലെ. പോളിസി, സേഫ്റ്റി പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഇതിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കുകയും അതെന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് അത് അവർക്ക് ആ ഒരു പോളിസി പ്രൊസീജിയറിനെ കുറിച്ച് അറിവുണ്ടായിരിക്കുകയും അതനുസരിച്ച് അവര് പ്രവർത്തിക്കുകയും വേണം. ഓക്കെ. പിന്നെ അടുത്തത് നമ്മുടെ ലബോറട്ടറിയിൽ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള, ഓക്കെ വെരി ഗുഡ്, ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതിന്റെ ലിസ്റ്റ് ലബോറട്ടറി തയ്യാറാക്കി വെക്കണം. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് അതിന്റെ ലിസ്റ്റ് നോക്കി അറിയാം ഏതൊക്കെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പൊ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അടുത്ത നോക്കി മൂന്നാമത്തെ പോയിന്റിൽ ഐ വാഷ് ഫെസിലിറ്റി ആണ്. അപ്പൊ കണ്ണുകളിലൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ട്, ഷേവിംഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ലാബില് അങ്ങനെ ചെല്ലുമ്പോൾ ടാപ്പ് ഒന്നില്ലെങ്കിൽ നമ്മള് സിങ്കിനോട് അറ്റാച്ച് ചെയ്തിരിക്കും, അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ കണ്ണിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരുന്ന രീതിയിൽ ടാപ്പ് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ശരിക്കും ഐ വാഷ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ട് കണ്ണിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെള്ളം വരുന്ന രീതിയിൽ രണ്ട് ടാപ്പ് ഒപ്പം. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഫേസ് ഒന്ന് കുതിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കണ്ണിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരും. അങ്ങനെയുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. പിന്നെ അടുത്തത് ബയോ ഹസാർഡ് സിംബൽ നമ്മൾ ഉപയോഗിക്കണം. കണ്ടെയ്നേഴ്സ് ഓർ എക്യുപ്മെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ബയോ ഡേഞ്ചറസ് മെറ്റീരിയൽ. അത് ഉള്ള ആ കണ്ടെയ്നറോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ അവിടെ നമ്മൾ ബയോ ഹസാർഡ് സിംബല് ഉപയോഗിക്കണം. പിന്നെ ലാസ്റ്റ് അഞ്ചാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ലബോറട്ടറി പേഴ്സണൽ നല്ല ട്രെയിനിങ് കിട്ടണം. എന്തിലൊക്കെ ഫയർ പെട്ടെന്ന് ഒരു തീപിടുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും, അല്ലെങ്കിൽ നോൺ ഫയർ എമർജൻസി ലാർജ് സ്പില്ലേജ് വലിയ വലിയ ചോർച്ചകളോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് അതൊക്കെ ചോർച്ചകളോ ഒക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് നല്ലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ലബോറട്ടറിയിലെ സ്റ്റാഫുകൾക്ക് ലഭ്യമാക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. ഓക്കെ, 5 പോയിന്റ്സ് ക്ലിയർ ആയിരുന്നു അല്ലെ. ഇനി അടുത്തത് ആറാമത്തെ പോയിന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആംബിൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഷുഡ് ബി ക്വിക്ക്ലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. ആംബിൾ എന്ന് വെച്ചാൽ മതിയായിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ലബോറട്ടറിയിൽ അവൈലബിൾ ആയിരിക്കണം. പെട്ടെന്ന് എന്തെങ്കിലും തീപിടുത്തോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അഗ്നിശമന ഉപകരണങ്ങള്, അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് ആ തീയൊക്കെ കെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ, അതാണ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മതിയായിട്ടുള്ള അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഏതാണ് ലബോറട്ടറിയിൽ ക്വിക്ക്ലി അവൈലബിൾ ആയിരിക്കണം. Okay, ample fire extinguishers should be quickly available in the laboratory. Next, okay, accidents or incident or injuries record of laboratory personnel should be kept and intimated to the designed authority. ഓക്കെ, എന്തെങ്കിലും ആക്സിഡന്റ് അപകടങ്ങളോ എന്തെങ്കിലും സംഭവങ്ങള് ഇപ്പൊ നമ്മള് ലബോറട്ടറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ വല്ല സാമ്പിളുകൾ മാറിപ്പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയർ എന്തെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് വരുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യണം? റെക്കോർഡ് ഓഫ് ലബോറട്ടറി പേഴ്സണൽ, അതിന്റെ ഒരു റെക്കോർഡ് ലബോറട്ടറിയിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഷുഡ് ബി കെപ്റ്റ് ഉണ്ടോ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റെക്കോർഡ് ലബോറട്ടറിയിലുള്ള സ്റ്റാഫുകൾ കീപ്പ് ചെയ്യുകയും
പിന്നെ അതുകൂടാതെ ആൻഡ് ഇന്റിമേറ്റ് ടു ദ ഡിസൈൻഡ് അതോറിറ്റി, അതിനോട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റിനെ അത് അറിയിക്കുകയും വേണം. നിയുക്തമായിട്ടുള്ള ഒരു അതോറിറ്റിനെ അറിയിക്കണം. ഇന്റിമേറ്റർ അറിയിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ആൻഡ് ഇന്റിമേറ്റഡ് ടു ദ ഡിസൈൻഡ് അതോറിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അതോറിറ്റിനെ എന്ത് ചെയ്യണം, അറിയിക്കുകയും ചെയ്യണം. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി എന്നുള്ള കാര്യം അവരെ അറിയിക്കണം. ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങള്, ഇഞ്ചുറീസ്, ഇതൊക്കെ എന്തെങ്കിലും ലബോറട്ടറിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ അത് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ആ റെക്കോർഡ് അവർ കീപ്പ് ചെയ്യുകയും അത് ആ ഒരു എന്താണ് അവിടെ ഉള്ള ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതോറിറ്റിനെ അല്ലെങ്കിൽ അതിന് നിയുക്തമായിട്ടുള്ള അതോറിറ്റിനെ എന്ത് ചെയ്യണം, അറിയിക്കുകയും വേണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ഡു നോട്ട് chew gum, drink, smoke or eat while working in the lab. ലാബില് വർക്ക് ചെയ്യുമ്പോൾ എന്താ, എന്തെങ്കിലും ഗം ഒന്ന് ചവയ്ക്കാനോ അല്ലെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ അവിടെ കുടിക്കാനോ, സ്മോക്ക് പുക വലിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഭക്ഷണ സാധനങ്ങളൊന്നും വാങ്ങിയിട്ട് ചവയ്ക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ ഒന്നും പാടില്ല. നമ്മൾ പഠിക്കുന്നതിന്റെ ഒക്കെ എടുത്ത് എന്തെങ്കിലും ചിപ്സ് ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും അല്ലേ? ഇല്ലേ? നമുക്ക് ഉറക്കം വരാതിരിക്കാൻ മാറ്റാനൊക്കെ അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ അത്ര നീറ്റായിട്ട് നമ്മൾ ചെയ്യണം. അത്രയും ശ്രദ്ധിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടോ അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും ഇട്ടോണ്ടോ ഒന്നും ലാബിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. പക്കാ നമ്മൾ നല്ല ഡീസന്റ് ആയിരിക്കണം. നമുക്ക് വേറെ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്തിന് എന്താ അവിടെ നമ്മൾ സേഫ്റ്റി ആണ് അല്ലെ, അത്രയും ഒരു കാര്യമാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ലബോറട്ടറി ഗ്ലാസ്വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് എ ബിവറേജ് കണ്ടെയ്നേഴ്സ്. ഇതിനടുത്ത് എന്താ പറഞ്ഞേക്കണേ, ലബോറട്ടറിയിൽ നല്ല പാത്രങ്ങൾ ഉണ്ട് അല്ലെ, ഗ്ലാസ് വെയേഴ്സ്. അവിടെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എടുക്കുന്ന നല്ല പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് വെള്ളം കുടിക്കാനോ ഒന്നും ആ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഗ്ലാസ് വെയേഴ്സ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഈ ഗ്ലാസ് ഐറ്റംസ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. Always put on suitable clothing. Chemically resistant lab coats or aprons are suggested. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോഴെന്താ ഇങ്ങനെ കുറെ കെമിക്കൽസുമായിട്ട് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നതാണ് അല്ലെ, അവര് അതുമായിട്ട് നമുക്ക് എപ്പോഴും കോണ്ടാക്ട് ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ആ കെമിക്കൽസിനെയൊക്കെ കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോട്ടുകൾ, ലാബ് കോട്ടുകൾ അല്ലെങ്കിൽ അപ്രോൺസ്. അപ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഉപരിവസ്തുക്കൾ. നമ്മുടെ ഡ്രസ്സ് ഇട്ടല്ല ലാബില് നമ്മൾ നിൽക്കുന്നത്, അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും എന്താ പ്രൊട്ടക്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ടുകളോ അല്ലെങ്കിൽ അപ്രോൺസോ ഒക്കെ എന്ത് ചെയ്യണം, ധരിക്കണം അല്ലെ. ലാബിൽ വർക്ക് ചെയ്യുമ്പോഴോ നമ്മള് സാധാ ഡ്രസ്സിലല്ലോ, അവിടെ ഒരു ഓവർകോട്ടൊക്കെ ഇടുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടി? അതിനെ നമുക്കത് റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ്, നമ്മുടെ ഒരു പ്രൊട്ടക്ഷനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ. ഓൾവേസ് പുട്ട് ഓൺ സ്യൂട്ടബിൾ ക്ലോത്തിങ്. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ക്ലോത്തിങ് അവിടെ ധരിക്കണം. ക്ലിയറായോ? Always put on suitable clothing. Chemically resistant lab coats or aprons are suggested. Aprons പറഞ്ഞാൽ ഇതുപോലെ ഓവർകോട്ട് പോലെ ഉപരിവസ്ത്രം നമ്മുടെ ഡ്രസ്സിന്റെ മുകളിൽ ഇടുന്നത് ലാബ് കോട്ടുകളൊക്കെ എന്തായാലും ധരിക്കണം. അടുത്തത് ഹാൻഡിൽ നീഡിൽസ്, സിറിഞ്ച് ആൻഡ് അതർ ഷാർപ്പ് വിത്ത് ദ അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതീവ ശ്രദ്ധ. അറ്റ്മോസ്റ്റ് കെയർ, അതീവ ശ്രദ്ധ. നല്ല ശ്രദ്ധയോടുകൂടി നമ്മള് ഏതാണ് നീഡിലുകള്, സിറിഞ്ച് അല്ലെങ്കിൽ മറ്റുള്ള ഷാർപ്പ് മൂർച്ചയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ കയ്യിലോ ഒക്കെ കൊള്ളാതെയോ ഒക്കെ നമ്മൾ അത്രയും അധികം സൂക്ഷിക്കണം. നല്ല ശ്രദ്ധയോട് കൂടി മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ.
handle needles, syringe and other sharps with the utmost care. Utmost care എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്. compressed gas cylinder should be secured to prevent them from being knocked over. knocked over എന്ന് വെച്ചാൽ എന്താ? തമ്മിൽ കൂട്ടിമുട്ടുക അല്ലെങ്കിൽ കൂട്ടിമുട്ടുക, അതാണ് knocked over എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മള് ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ നമ്മൾ സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം, സുരക്ഷിതമായിട്ട് വെക്കണം. നിങ്ങൾക്ക് പഠിക്കാണ്ടിട്ട് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് 4th മൊഡ്യൂളിൽ മെഡിക്കൽ ഗ്യാസസ് പഠിക്കാണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സിലിണ്ടറുകൾ, അതിനകത്തുള്ള ഗ്യാസുകൾ, അതിന്റെ കളർ കോഡ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഗ്യാസ് സിലിണ്ടറുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നല്ല സെക്യൂർഡ് ആവണം, നല്ല സുരക്ഷിതമായിട്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ വെക്കണം. അത് എന്ത് ചെയ്യാതെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടാനോ കൂട്ടിമുട്ടാനോ ഒന്നും പാടില്ല. അതിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ, പ്രിവെന്റ് ചെയ്യാൻ തടയുക, പ്രിവെന്റ് ഫ്രം ബീയിങ് നോക്ക്ഡ് ഓവർ. തമ്മില് ആ കൂട്ടിമുട്ടുന്നതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം, തടയണം. അങ്ങനെ അങ്ങനെ മുട്ടാതെ വളരെ ശ്രദ്ധിച്ച് തന്നെ ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായിട്ട് തന്നെ വെക്കണം. ഓക്കെ, അതുപോലെ ലീക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും, അത് തമ്മിൽ കൂട്ടിമുട്ടുകയൊക്കെ ചെയ്യുമ്പോഴേ. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. അടുത്തത് ലാസ്റ്റ് പോയിന്റ്. In the care of a medical splashing into your eye or on your skin, immediately flush. Flush എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വെള്ളത്തിൽ ഇങ്ങനെ കഴുകുക എന്നുള്ള മീനിങ് കേട്ടോ. Immediately flush the affected area with the running water for at least 20 minutes or eye wash facility. അല്ലെങ്കിൽ ഐ വാഷ് ഫെസിലിറ്റി ഉപയോഗിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള കെമിക്കൽസ് എന്തെങ്കിലും മിസ്ഹാൻഡ്ലിംഗ് കെമിക്കൽസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കെമിക്കൽസ് ഒക്കെ എന്തെങ്കിലും നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ വല്ല കണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്കോ ഒക്കെ നമ്മൾ തെറിക്കുകയാണെങ്കിൽ നമ്മൾ ആ പെട്ടെന്ന് തന്നെ ആ വീണ സ്ഥലം ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം? അത് റണ്ണിങ് വാട്ടർ, നമ്മുടെ വെള്ളത്തിൽ 20 മിനിറ്റ് നമ്മൾ ഓളം ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? കഴുകണം. അഫക്റ്റഡ് ഏരിയ നമ്മൾ 20 മിനിറ്റ്സ്, അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് 20 മിനിറ്റ് എങ്കിലും നമ്മൾ റണ്ണിങ് വാട്ടറിൽ വെള്ളത്തിൽ കഴുകണം. അല്ലെങ്കിൽ നമുക്ക് ഐ വാഷ് ഫെസിലിറ്റി ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണുകളൊക്കെ കഴുകാനായിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്ന കൈ കൊണ്ട് എടുത്ത് കഴുകണ്ട, വെച്ച് നേരെ നമ്മളിങ്ങനെ അത് ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് കണ്ണിലേക്കും ഒപ്പം വെള്ളം വരുന്ന രീതിയിൽ ഇങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഐ വാഷ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ആ അഫക്റ്റഡ് ഏരിയ കഴുകണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ലാബില് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ വരുന്നത്. ഓക്കെ, അത്രയും പോയിന്റ്സിൽ ഏതെങ്കിലും നമുക്ക് ക്ലിയർ ആവാത്തുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ 6ാമത്തെ പോയിന്റ് മുതലാണ് ഇന്ന് പറഞ്ഞു തുടങ്ങിയത്. ഓക്കെ അല്ലേ? സിമ്പിൾ പോയിന്റ്സ് ആണ്, നമുക്ക് വായിച്ച് മനസ്സിലാവുന്നതൊക്കെ തന്നെയുള്ളൂ. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലാവായിക്കുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് 6ാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, അതായത് അഗ്നിശമന ഉപകരണങ്ങൾ നമ്മുടെ ലബോറട്ടറിയിൽ അവൈലബിൾ ആയിരിക്കണം. പിന്നെ എന്തെങ്കിലും ആക്സിഡൻസോ ഇഞ്ചറിയോ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് ലബോറട്ടറിയിലുള്ള സ്റ്റാഫുകൾ കീപ്പ് ചെയ്യുകയും അതിന് നിയുക്തമായിട്ടുള്ള അതോറിറ്റിയെ അത് അറിയിക്കുകയും വേണം. ഇനി പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞു, ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വായില് ഒന്ന് കഴിക്കാനോ കുടിക്കാനോ അല്ലെങ്കിൽ വായിലൊന്നും ചവയ്ക്കാനോ ഒന്നും പാടില്ല. പിന്നെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയേഴ്സ് നമ്മൾ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും ഉപയോഗിക്കരുത്. പിന്നെ അടുത്തത് നമ്മൾ അവിടെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെ കെമിക്കലി റെസിസ്റ്റൻസ് ആയിട്ടുള്ള കോട്ടുകൾ അല്ലെങ്കിൽ ഉപരി വസ്ത്രങ്ങൾ നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുന്നവര് ധരിക്കണം.
പിന്നെ അടുത്തത് നീഡിലോ സിറിഞ്ചോ അങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള സംഭവങ്ങൾ അത് നമ്മൾ എടുക്കുമ്പോഴൊക്കെ അതീവ ശ്രദ്ധയോട് കൂടി തന്നെ അത് കൈകാര്യം ചെയ്യുക. പിന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് നമ്മൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം. പരസ്പരം സിലിണ്ടറുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് നമ്മൾ ഒഴിവാക്കണം. അതിനെ പ്രിവെന്റ് ചെയ്തിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ സിലിണ്ടേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അടുത്തത് നമ്മൾ എന്തെങ്കിലും സ്ലാഷിങ് എന്തെങ്കിലും കെമിക്കൽസ് എന്തെങ്കിലും നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഭാഗത്തൊക്കെ വീഴുകയാണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ഏരിയ അഫക്റ്റഡ് ഏരിയ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. അതെന്തോ ഒരു 20 മിനിറ്റ്സ് 20 മിനിറ്റോളം നമ്മൾ റണ്ണിങ് വാട്ടറിൽ കഴുകണം. അല്ലെങ്കിൽ നമുക്ക് ഐ വാഷ് ഫെസിലിറ്റി ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ ആണ് അല്ലെ? ഇനി അടുത്തത് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ സിമ്പിളുകൾ എന്തെങ്കിലും തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൈനുകൾ അല്ലെങ്കിൽ സിംബലുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഓരോന്നും തന്നിട്ടുണ്ട്. വേറെ ഡീറ്റെയിൽ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അതിന്റെ സിംബല് തന്നിട്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. To reduce accidents in the laboratory, it has been made compulsory to use signs and symbols in the laboratory. ലബോറട്ടറിയിൽ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റിഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറയ്ക്കുക. ലബോറട്ടറിയിൽ ആക്സിഡൻസ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലബോറട്ടറിയിൽ ഈ സിംബലുകൾ സയൻസ് ആൻഡ് സിംബൽസ് നിർബന്ധമായും നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കണം. നിങ്ങൾ ലാബിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെ, ഇങ്ങനെയുള്ള സിംബലുകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മളത് നോക്കി ആ സിംബൽ കാണുമ്പോൾ നമുക്കറിയാലോ അവിടെ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ സേഫ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് നമ്മൾ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു വാർണിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സിംബലുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ തന്നേക്കുന്ന ഡേഞ്ചർ കണ്ടോ, ആ സിംബല് ഒരു ഫയറിന്റെ ഒരു പട കാണിച്ചേക്കുന്നത് അല്ലെ. അതെന്താ? ഇൻഫ്ലെയിമബിൾ, ജ്വലിക്കുന്നതാണ്. ഇൻഫ്ലെയിമബിൾ. അപ്പൊ നമ്മൾ അങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള ഫ്ലെയിമബിൾ ആയിട്ടുള്ള ജ്വലിക്കുന്ന സംഭവം ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് അനുസരിച്ച് അങ്ങോട്ട് പോയാൽ അപകടമൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത് നോക്കിയേ ഹാർംഫുൾ. ഹാർംഫുള്ളിനെ കാണിക്കുന്നതാണ് ഒരു ഇൻറ്റു ക്രോസ് ഹാർംഫുൾ. കൊറോസീവ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന, കൊറോസീവ് നാശം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നശിപ്പിക്കുന്ന എന്നുള്ള മീനിങ് ആണ് കേട്ടോ കൊറോസീവ്. ഇലക്ട്രിക്കൽ ഹസാർഡ് ഉണ്ടോ? ഒരു പടം കാണിച്ചേക്കുന്നുണ്ടോ? മിന്നൽ പോലെ ഒരു പടം. ഷോക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. ജസ്റ്റ് ആ സിമ്പിള് നിങ്ങൾ നോക്കുക, അതെന്താണെന്നുള്ളതൊന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇലക്ട്രിക്കൽ ഹസാർഡ്. പോയിസൺ ഉണ്ടോ? ശക്തികുടത്തിന്റെ ഒക്കെ പഴം കാണിച്ചത് പോയിസൺ ആണ്. റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. ആ സ്ഫോടനം അതിന്റെ ഒരു റിസ്ക് ഉണ്ട്, അപകട സാധ്യതയുണ്ട്. അതാണ് റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, സ്ഫോടനം. അങ്ങനെ നമ്മൾ സ്ഫോടനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റംസോ മെറ്റീരിയൽസ് ഒക്കെ ആയിരിക്കാം. അത് ആ ഒരു പോർഷൻ നമ്മൾ ശ്രദ്ധിക്കാം, അതിനനുസരിച്ച് ചെയ്യാം. അടുത്തൊക്കെ ബയോ ഹസാർഡ്സ്. ബയോ ഹസാർഡ്സ്, റേഡിയേഷൻ ഹസാർഡ്. പിന്നെ അടുത്തത് വിയർ ഗ്ലൗസ്. ഗ്ലൗസിന്റെ പണം കാണിച്ചിട്ടുണ്ട്. ഗ്ലൗസുകൾ ധരിക്കാന്നുള്ളത്. ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ. ഫേസ് മുഴുവനും കവർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകൾ ധരിക്കുക. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. അവിടെ ഫുഡും ഡ്രിങ്ക്സ് ഒന്നും അനുവദനീയമല്ല. ഡ്രിങ്ക്സ് അലൗഡ്. നോ ഫുഡ്സ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. ലാസ്റ്റത്തെ എന്താ? ഇത് നിങ്ങൾ അറിയില്ലേ? ഓക്കെ, നോ സ്മോക്കിംഗ്. സിഗരറ്റ് കത്തിച്ച് വെച്ചേക്കണ പാടല്ലേ, അത് ഇൻറ്റു അത് കാണിച്ചേക്കുന്നത്. എന്താ? നോ സ്മോക്കിംഗ്. നിങ്ങൾ പാർക്കിങ്ങിന് നോ പാർക്കിംഗ് കണ്ടിട്ടില്ലേ? പിന്നെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു വെട്ടല്ലേ അവിടെ ഇട്ടേക്കണേ. അപ്പൊ അത് നമ്മൾ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ള മീനിങ് നോ പാർക്കിംഗ്. അതുപോലെ സിഗരറ്റ് കത്തിച്ച് വെച്ചേക്ക ചെയ്യാൻ പാടില്ല. നോ സ്മോക്കിംഗ്. ഓക്കെ, ബാക്കി എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്നും എഴുതി വെച്ചാൽ മതി കേട്ടോ. നോ സ്മോക്കിംഗ്.
ഇതെല്ലാം നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന അവിടെ വെച്ചിരിക്കുന്ന സയൻസും സിമ്പിളുമാണ്. എന്തിനാ? ലബോറട്ടറിയിലുള്ള ആക്സിഡൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിർബന്ധമായിട്ട് കമ്പൽസറി നിർബന്ധമായിട്ടും അവിടെ വെച്ചേക്കുന്ന സൈനുകളും സിമ്പലുകളും ആണ്. അപ്പോ ഇനി എക്സാമിന് ചിലപ്പോ ഈ ഒരു സെക്ഷനിൽ ചോദിക്കാം, ആരെന്തെങ്കിലും സിമ്പൽ തന്നിട്ട് അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ തന്നെ അറിയാൻ പറ്റും അല്ലെ, ഇതിനെ കാണിക്കുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കുഞ്ഞു പോർഷനും കൂടി ഉള്ളൂ. What responsibilities are common for lab manager jobs? ഇതും ഇതുപോലെ നിങ്ങളൊന്ന് ആ പോയിന്റ്സുകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് ചോദിക്കുകയാണെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഏകദേശം ഒക്കെ നമുക്ക് വായിച്ചാൽ അറിയാൻ പറ്റും അത് ഇൻക്ലൂഡ് ചെയ്തതാണോ എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും പോയിന്റ്സ് ഒന്നും ആരും ബൈ ഹാർട്ട് ഒന്നും ചെയ്യണ്ട, ചെയ്ത് പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നും മീനിങ് ഒന്നും നിങ്ങളുടെ മനസ്സിലൊക്കെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കിയപ്പോ ലാബ് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ഔട്ട്ലൈൻ രൂപരേഖ തയ്യാറാക്കാം. ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ചെയ്യുക വെച്ചാൽ എന്താ? നടപ്പിലാക്കുക. And supervise the laboratory quality management program. Laboratory quality management programs. അതിനൊരു ഔട്ട്ലൈൻ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക, അതിന് മേൽനോട്ടം വഹിക്കുക. ഈ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ ആ ലബോറട്ടറിയിലുള്ള കാര്യങ്ങൾക്ക് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, സ്ഥിരമായിട്ടുള്ള ഒരു ക്വാളിറ്റി, ഒരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടി ലബോറട്ടറിയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു കൂട്ടം നയങ്ങളോ പോളിസികളോ പ്രൊസീജിയറോ സമ്പ്രദായങ്ങളോ ഇതൊക്കെയാണ് ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. നമ്മൾക്ക് ഒരു ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ ഫോളോ ചെയ്യേണ്ട പോളിസികൾ, പ്രൊസീജിയറുകൾ, അതിന് വേണ്ട സമ്പ്രദായങ്ങൾ എന്നിവയുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ അതാണ് ആ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏതാ മോളെ? ഇനി എന്താ ഉള്ളേ? ഇതില്ലേ ഉള്ളൂ? കറക്റ്റ് അല്ലേ? സയൻസ് ആൻഡ് സിമ്പിൾ യൂസ്ഡ് ലബോറട്ടറി കഴിഞ്ഞാൽ അടുത്തത് അതല്ലേ ഉള്ളത്? റെസ്പോൺസിബിലിറ്റി അല്ലേ നെക്സ്റ്റ്? ആ ഓക്കെ, ഞാനും നോക്കിയേ നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടേക്കുന്നതിലും ഇല്ല എന്റെ ഇരിക്കുന്ന. ഓക്കെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഉണ്ടോ എക്സ്ട്രാ ഇതിന്റെ ഇടയിൽ? നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ആ പേജില്ലേ? ഏത് പേജാ? പേജ് നമ്പർ 25, നമ്പർ 36 കഴിഞ്ഞ് 30. നിങ്ങളുടെ ഓർഡർ കറക്റ്റ് അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ ടെക്സ്റ്റില്? എന്റെ കയ്യിൽ ഫുള്ള് ടെക്സ്റ്റ് ആയിട്ടില്ല, ഞങ്ങള് ഓരോ പേജസ് വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ടെക്സ്റ്റിൽ ഏതെങ്കിലും പേജ് മിസ് ആയിട്ടുണ്ടോ? ഓക്കെ ഇല്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് പറയുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് അത് പേജ് മാറിക്കിടക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ചെയ്ത് ഈ പേജ് എടുത്തിട്ട് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ നിങ്ങൾ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ, നമ്മള് സയൻസ് ആൻഡ് സിമ്പിൾസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ലാബ് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി. ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം.
അതെന്താ, ലബോറട്ടറിയിൽ നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന ഒരു കൂട്ടം സമ്പ്രദായങ്ങൾ അതൊക്കെ അതാണ് ഈ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുക, ഔട്ട്ലൈൻ രൂപരേഖ തയ്യാറാക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, അതിന് നടപ്പിലാക്കുക, അതിനുള്ള മേൽനോട്ടം വഹിക്കുക. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ്, ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം അതിന്റെ എയിം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്താനാണ് കേട്ടോ. ലാബില് നല്ല ക്വാളിറ്റി, സ്ഥിരമായിട്ടുള്ള ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. The contact with the nursing and other hospital staff whenever needed. അടുത്ത ലാബ് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താ? കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്, നേഴ്സുമായിട്ട് മറ്റുള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുമായിട്ട് ആവശ്യമുള്ളപ്പോഴെല്ലാം കോണ്ടാക്ട് ചെയ്യുക, ബന്ധപ്പെടുക. കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് whenever needed. അടുത്ത നോക്കിയേ, third point, implement policies and procedure connected with a specific area. ഒരു സ്പെസിഫിക് ഏരിയ, ഒരു നിർദ്ദിഷ്ട മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. പോളിസികളും പ്രൊസീജിയേഴ്സും നടപ്പിലാക്കുക. ഏതുമായിട്ടാ? കണക്റ്റഡ് വിത്ത് സ്പെസിഫിക് ഏരിയ. ഓരോ പ്രത്യേക ഏരിയകൾ ഉണ്ടല്ലോ, നിർദ്ദിഷ്ടമായിട്ടുള്ള മേഖലകൾ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് വരുന്ന പോളിസികളും പ്രൊസീജിയേഴ്സും നടപ്പിലാക്കാം. മൊത്തത്തിലുള്ളതല്ല, ഓരോ സെക്ഷൻ തിരിച്ച് ഓരോ സ്പെസിഫിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. Assess, observe, track and train technical and employees performance. അടുത്ത നോക്കിയേ, അസസ് ചെയ്യുക, എന്താ? വിലയിരുത്തുക. അസസ്, വിലയിരുത്തുക. ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിരീക്ഷിക്കുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ്. ട്രാക്ക് ആൻഡ് ട്രെൻഡ് എന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്യുക, അതായത് അവരെ പിന്തുടരുന്ന അവര് ഒന്ന് വിലയിരുത്താം. ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയീസ് പെർഫോമൻസ്. എംപ്ലോയീസിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള പിന്നെ എംപ്ലോയീസിന്റെ പെർഫോമൻസും ഒക്കെ അതിന് ഒബ്സർവ് ചെയ്യുക, അത് വിലയിരുത്തുക. ലാബ് മാനേജർ ആണ്, അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അവർ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, ഓക്കെ ആണോ, അല്ലെങ്കിൽ അവര് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, പോളിസികളും പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കി അതനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ സേഫ്റ്റി കാര്യങ്ങള് ലാബിൽ നമ്മൾ പറഞ്ഞില്ലേ, സേഫ്റ്റി മെഷേഴ്സ് അതൊക്കെ അവര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ എംപ്ലോയീസിന്റെ പെർഫോമൻസും എല്ലാരും ഒബ്സർവ് ചെയ്യുക, അതിനെ അസസ് ചെയ്യുക. ട്രാക്ക് ആൻഡ് ട്രെൻഡ് എന്ന് വെച്ചാൽ അതിനെ ട്രാക്ക് ചെയ്ത് എന്ത് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ള മീനിങ് ആട്ടോ. അതിനൊന്ന് നമ്മൾ ട്രാക്ക് ചെയ്യൂലേ, അവരെ ഒന്ന് ഫോളോ ചെയ്ത് അവരെ നിരീക്ഷിച്ച് അവരെ പിന്തുടരുന്ന അതൊക്കെ വിലയിരുത്തുക. അടുത്ത നോക്കി, അഞ്ചാമത്തെ പോയിന്റ്, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഇപ്പൊ പുതിയ സ്റ്റാഫുകൾക്കും എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്, നിലവിലുള്ള എക്സിസ്റ്റിംഗ് അവിടെ മുന്നുണ്ടായിരുന്ന സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ ഓൺ സൈറ്റ് ട്രെയിനിങ് അറേഞ്ച് ചെയ്യുക, സംഘടിപ്പിക്കുക. ഓൺ സൈറ്റ് ട്രെയിനിങ് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അതായത് അവര് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് കേട്ടോ ഓൺ സൈറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. പുതിയ സ്റ്റാഫുകൾക്കും വേണം, എക്സിസ്റ്റ് ആയിട്ടുള്ള നിലവിലുള്ള ആ സ്റ്റാഫ് മെമ്പേഴ്സിനെ ഒക്കെ ട്രെയിനിങ് അറേഞ്ച് ചെയ്യുക. 5 പോയിന്റ് ഒന്ന് പെട്ടെന്ന് നോക്കിയേ, ഫുള്ള് പറയാൻ നിൽക്കണ്ട, 5 വീതം നമുക്ക് പറഞ്ഞു നോക്കാം. ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം, അതിനൊരു രൂപരേഖ തയ്യാറാക്കുക, അതിന് സൂപ്പർവൈസ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുക. പിന്നെ ആവശ്യമുള്ളപ്പോഴെല്ലാം നേഴ്സിംഗ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നിവരുമായിട്ട് ബന്ധപ്പെടുക, കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഒരു സ്പെസിഫിക് ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. പിന്നെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അത്
നമ്മൾ ട്രാക്ക് ആൻഡ് ട്രേഡ്, പിന്തുടർന്ന് അത് നിരീക്ഷിക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക, അസസ് ചെയ്യുക, അതിനെ ഒബ്സർവ് ചെയ്യുക. പിന്നെ അടുത്തത് പുതിയ സ്റ്റാഫുകൾക്കും എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സിനും ഒക്കെ ഓൺസൈറ്റ് ട്രെയിനിങ് അറേഞ്ച് ചെയ്യുക. ക്ലിയർ ആയില്ലേ 5 പോയിന്റ്? ഓക്കെ അല്ലേ? അടുത്ത 6ാമത്തെ പോയിന്റ് നോക്കിയേ. ഓക്കെ അല്ലേ? 5 പോയിന്റ് ക്ലിയർ അല്ലേ? ഇത് മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഈ പോയിന്റ് കാണുമ്പോൾ ഓൾറെഡി ആൻസർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നമുക്ക് ഓൾറെഡി ആൻസർ അവിടെ ഉണ്ടാവും. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏകദേശം നമ്മൾ ലാഭമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. അടുത്ത നോക്കിയേ, ഡിസ്ചാർജ് additional duties as assigned in support of laboratory operations. ലബോറട്ടറിയിലുള്ള പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പിന്തുണയ്ക്കുന്നതിന് അസൈൻ ചെയ്തിട്ടുള്ള നിയോഗിച്ചിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക? നിർവഹിക്കുക. ഡിസ്ചാർജ് എന്ന് പറഞ്ഞ പെർഫോം എന്നുള്ള മീനിങ് കേട്ടോ. നിർവഹിക്കുക. എന്താ ചെയ്യേണ്ടേ? ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുക. എന്താ? സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്, ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള അസൈൻ ചെയ്തിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് അത് നിർവഹിക്കുക. ഓക്കെ. അടുത്ത പോയിന്റ്, എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് to include all internal and external customers. എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള കസ്റ്റമർ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ വിപുലീകരിക്കുക. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ്. ഓക്കെ, അത്രയും പഠിച്ചാൽ മതി. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് വിപുലീകരിക്കുക. ഏതിൽ ഉൾപ്പെടുന്ന? ടു ഇൻക്ലൂഡ് ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സും ഉൾക്കൊള്ളുന്ന കസ്റ്റമർ സർവീസ് വിപുലീകരിക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക. അടുത്ത പോയിന്റ്, make sure that communication of laboratory data and appropriate result reporting. Make sure that ഉറപ്പാക്കണം. ആര്? ലാബ് മാനേജർ ഉറപ്പുവരുത്തണം. എന്തെന്നാ? that the communication of laboratory datas ഒക്കെ എന്താ അത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആറ്റ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്, റിസൾട്ടുകൾ അത് കറക്റ്റ് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ലബോറട്ടറി ഡയറക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് അവര് സ്റ്റാഫുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തേണ്ടത് ഈ ലാബ് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടും. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് കേട്ടോ. Make sure that communication of laboratory data and appropriate result reporting. അടുത്തത്, release samples to laboratory staff and communicate due dates and turnaround time. Turnaround time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാമ്പിള് സ്വീകരിച്ചിട്ട് അതിന്റെ റിസൾട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്ന സമയം. ഇതൊന്നും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ലബോറട്ടറിയില് ഒരു സാമ്പിള് സ്വീകരിച്ചിട്ട് അതിന്റെ റിസൾട്ട് കൊടുക്കാൻ എടുക്കുന്ന സമയം, ഇതാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ടേൺ അറൗണ്ട് ടൈംസ്. നമ്മളിപ്പോ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും സാമ്പിൾ കൊടുത്താൽ അപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമോ? അവര് അതിന്റെ നമ്മൾ കൊടുക്കണേന്റെ ഇതനുസരിച്ച് പറയില്ലേ 3 മണിക്കൂറാവും റിസൾട്ട് ആവാൻ. ഇപ്പൊക്കെ നമ്മുടെ ഫോണിലേക്ക് അപ്പൊ തന്നെ മെസ്സേജ് വരും അല്ലേ? നമ്മൾ ഏതാണോ സാമ്പിൾ കൊടുത്ത് നമ്മൾ അവിടെ ക്യാഷ് അടച്ചു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഫോണിലേക്ക് നേരെ മെസ്സേജ് വരും. പിന്നെ നമ്മളത് മേടിക്കാൻ പോകണമെന്നൊന്നുമില്ല. അറിയില്ലെങ്കിലാണെങ്കിൽ തന്നെ ആ റിസൾട്ട് നമുക്ക് ഷുഗർ നോക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് തന്നെ വരും ഇതിന്റെ റിപ്പോർട്ട്. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സാമ്പിൾ സ്വീകരിച്ച് നമുക്ക് ആ റിസൾട്ട് കൊടുക്കാൻ എടുക്കുന്ന ടൈം. ഇനി നോക്കിയ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? Release samples to laboratory staff and communicate due dates. Due date, നിശ്ചിത ഇത് അടയ്ക്കേണ്ട നിശ്ചിത തീയതി
laboratories release സാമ്പിള് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. ലബോറട്ടറി ചെയ്യുന്ന ആ സ്റ്റാഫിന് ആ സാമ്പിള് റിലീസ് ചെയ്യുകയും ആ ഒരു നിശ്ചിത തീയതി അല്ലെങ്കിൽ ആ ടേൺ അറൗണ്ട് ടൈമും ഒക്കെ കറക്റ്റ് ആയിട്ട് അവരെ അറിയിക്കുകയും ചെയ്യുക. അത് ആ ഡ്യൂ ഡേറ്റ് നിശ്ചിത തീയതി ഇന്ന ടൈമില് അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യുന്നു, അത് റിസൾട്ട് ആവും എന്നുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ ഒന്ന് ഒരു മേൽനോട്ടം വഹിക്കേണ്ടത് ലാബ് മാനേജർ തന്നെയാണ് കേട്ടോ. റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ്, സാമ്പിളുകൾ റിലീസ് ചെയ്യുകയും ലബോറട്ടറി സ്റ്റാഫിന് സാമ്പിളുകൾ റിലീസ് ചെയ്തും ആ ഡ്യൂ ഡേറ്റ്സ്, ടേൺ അറൗണ്ട് ടൈം ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. അടുത്ത നോക്കിയേ, guide the handling and resolution of complex issues and complaints. കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈൻസ്, അതായത് കോംപ്ലക്സ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളും പരാതികളും, കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പരാതികൾ. അത് ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുന്നതിന്. ഇപ്പൊ ലബോറട്ടറിയിൽ ഉള്ള സങ്കീർണമായിട്ടുള്ള ആ പ്രശ്നങ്ങളും പരാതികളും കൈകാര്യം ചെയ്യുന്നതിനും അത് പരിഹരിക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക. അതിനു വേണ്ട ഗൈഡ്, മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റീസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈൻസ്. ആ ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾ, ലാബിന് നേരെ വരുന്ന എന്തെങ്കിലും പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ്, ഒരു മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സ് നോക്കി നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മള് 6ാമത്തെ പോയിന്റ് ആണ്. എന്താ പറഞ്ഞിരുന്നത്? ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിയോഗിച്ചിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് നിർവഹിക്കുക. ഇപ്പൊ ഓൾറെഡി പറഞ്ഞത് കൂടാതെ നമ്മുടെ എക്സ്ട്രാ എന്തെങ്കിലും ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും അതിന് നിയോഗിച്ചിട്ടുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് അത് നിർവഹിക്കുക. പിന്നെ കസ്റ്റമർ സർവീസ് എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ്. പിന്നെ അടുത്ത് ലബോറട്ടറി മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ്. ലബോറട്ടറി സ്റ്റാഫുകൾക്ക് സാമ്പിളുകൾ റിലീസ് ചെയ്യുകയും ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൗണ്ട് ടൈം ഇതൊക്കെ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്തത് പോയിന്റ് പറഞ്ഞ ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റീസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈൻസ്. ലബോറട്ടറിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളോ പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുകയും അതിനൊരു പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വീണ്ടും ഞാനൊന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒന്നുകൂടി അത് തറാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു 5 കഴിയുമ്പോൾ ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് നോക്കിയേ. റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് who are working at all labs on demand facility. Responsible for all employees who are working at all labs. എല്ലാ ലാബിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ, സൗകര്യങ്ങള് അത് അത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എല്ലാ സ്റ്റാഫിലും എല്ലാ ലാബിലും വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങള് നൽകുക, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഓക്കെ, റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഓൾ ലാബ്സ് ഓഫ് ഡിമാൻഡ് ഫെസിലിറ്റി. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. എൻഷുർ അഡ്ഹിയറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ്
and the system regulations to provide operations. കേട്ടിട്ടുണ്ടോ? ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ്. ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ്. എന്തൊക്കെ? എൻഷുർ അഡ്ഹിയറൻസ്. അഡ്ഹിയർ ചെയ്യുക എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള മീനിങ് കേട്ടോ. പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്തെന്നാ? ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ഓപ്പറേഷൻസ്. ലബോറട്ടറി നൽകുന്ന ആ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ലബോറട്ടറി നൽകുന്ന പ്രവർത്തനങ്ങളില് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ലബോറട്ടറി നൽകുന്ന പ്രവർത്തനങ്ങളില് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക കേട്ടോ. അഡ്ഹിയറൻസ് എന്ന് വെച്ചാൽ പാലിക്കുക, പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അതായത് ഫെഡറൽ ഗവൺമെന്റ് ഈ ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെഡറൽ ഗവൺമെന്റ് സ്ഥാപിച്ച ദേശീയ നിയമങ്ങള്, ആ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അത് നിശ്ചയിച്ചിട്ടുള്ള ചില പ്രത്യേക നിയന്ത്രണങ്ങള്, പിന്നെ ലബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ള ആന്തരിക നടപടിക്രമങ്ങള് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന വിവിധ തലത്തിലുള്ള ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെയൊക്കെ ഒരു നിയന്ത്രിക്കുന്ന നിയമങ്ങളും മാർഗനിർദ്ദേശവുമാണ് ഈ ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ലബോറട്ടറിയിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെയാണ് സിസ്റ്റം റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാ? ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് മൂന്നെണ്ണം പറഞ്ഞത്. ഫെഡറൽ ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ള നിയമങ്ങള്, പിന്നെ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനം, ഏത് സ്റ്റേറ്റിലാണോ ലബോറട്ടറി ഇരിക്കുന്നത് അവിടെ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക നിയന്ത്രണങ്ങള്, പിന്നെ അടുത്തത് ലബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ള എന്തെങ്കിലും ആന്തരിക നടപടിക്രമങ്ങള് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന പല തലങ്ങളില്. അപ്പൊ അങ്ങനെ പല തലങ്ങളിലുള്ള ഈ ലബോറട്ടറിയുടെ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? ലബോറട്ടറി നൽകുന്ന ആ പ്രവർത്തനങ്ങളില് ഈ ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ അതിനൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് ലബോറട്ടറിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജർ ആണ്. ഓക്കെ, ലാബ് മാനേജർ ആണ്. ഇനി അടുത്ത നോക്കിയേ, enhance the lab's research portfolio by helping to develop new research projects and proposals. കേട്ടിട്ടുണ്ടോ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ അതൊന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോട്ടോ, അത് പുതിയൊരു പേരാണ്, പറയുമെന്ന് അറിയില്ല. പോർട്ട്ഫോളിയോ ഒരു സ്ഥാപനം, ഇവിടെ ലബോറട്ടറി ആണ്. അപ്പോ ഒരു സ്ഥാപനം കൈവശം വെച്ചിരിക്കുന്ന, ലബോറട്ടറിനെ ബേസ് ചെയ്താ നമ്മൾ പറയുന്നത്. അപ്പൊ ലബോറട്ടറി കയ്യിൽ വെച്ചിരിക്കുന്ന കൈവശം വെച്ചിരിക്കുന്ന സാമ്പത്തിക ആസ്തികളുടെയും ലബോറട്ടറി കൈവശം വെച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക ആസ്തികളുടെയും നിക്ഷേപ ഉപകരണങ്ങളുടെയും എന്തൊക്കെ അസറ്റ് ഉണ്ട്, ആ ഉപകരണങ്ങൾ അവിടെ ഉണ്ട്, ആസ്തി എത്രത്തോളം ഉണ്ട്, ആ സാമ്പത്തിക ആസ്തികളുടെയും നിക്ഷേപങ്ങളുടെയും ശേഖരം, അതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോ. എന്താ പറഞ്ഞിരുന്നത്? എല്ലാം ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യാ? വികസിപ്പിക്കാനുള്ള പുതിയ ഗവേഷണ പദ്ധതികളും നിർദ്ദേശങ്ങളും, പുതിയ ഒരു റിസർച്ചുകൾ, പുതിയ റിസർച്ചുകൾ നടത്തുമല്ലോ രാവിലൊക്കെ. അങ്ങനെയുള്ള പുതിയ ആ ഗവേഷണ പദ്ധതികളും നിർദ്ദേശങ്ങളും ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാൻ സഹായിക്കുന്ന ലാബിന്റെ ആ പോർട്ട്ഫോളിയോ വലുതാക്കുക. കണ്ടോ? ലാബ് റിസർച്ച് പോർട്ട്ഫോളിയോ, അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി.
ലാബിന്റെ റിസർച്ച് പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക, enlarge ചെയ്യുക. Enlarge the lab's research portfolio by helping to develop new research projects and proposals. പുതിയ ഒരു റിസർച്ച് ഗവേഷണ പദ്ധതികളും നിർദ്ദേശങ്ങളും വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് സഹായിക്കുന്നതിലൂടെ ഉള്ള ലാബിന്റെ ആ പോർട്ട്ഫോളിയോ എന്ത് ചെയ്യുക, എല്ലാം ചെയ്യുക, വികസിപ്പിക്കുക. അപ്പൊ അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ, ഫുള്ള് നോക്കണമെന്നില്ല. എല്ലാ ലാബ്സ് റിസർച്ച് പോർട്ട്ഫോളിയോ. Set up and keep all laboratory record in accordance with the specifications. എല്ലാം പോർട്ട്ഫോളിയോ ആണ്. അതായത് നമ്മുടെ ഒരു ലബോറട്ടറി കൈവശം വെച്ചിരിക്കുന്ന സാമ്പത്തിക ആസ്തികൾ, ഒരു ലബോറട്ടറി കൈവശം വെച്ചിരിക്കുന്ന സാമ്പത്തിക ആസ്തികളുടെയും എക്യുപ്മെന്റ്സിന്റെയും ഉപകരണങ്ങൾ, സാമ്പത്തിക ആസ്തികളുടെയും ഉപകരണങ്ങളുടെയും ശേഖരം, അതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, ലബോറട്ടറി കൈവശം വെച്ചിരിക്കുന്ന സാമ്പത്തിക ആസ്തികളുടെയും അതുപോലെ ഉപകരണങ്ങളുടെയും ഒരു ശേഖരം, അതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ആ ലാബിന്റെ ഗവേഷണ പോർട്ട്ഫോളിയോ എല്ലാം ചെയ്യുക, വികസിപ്പിക്കുക. Set up and keep all laboratory records in accordance with the specifications. എല്ലാ laboratory റെക്കോർഡുകളും സ്പെസിഫിക്കേഷൻസിന് അനുസൃതമായിട്ട് തന്നെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക, സജ്ജീകരിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുക. സെറ്റപ്പ് ആൻഡ് കീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സജ്ജീകരിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുക. എങ്ങനെയാ? ആ നിർദ്ദേശത്തിനനുസരിച്ച്, സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ, ലബോറട്ടറിയിൽ നമ്മൾ ഉള്ള ആ നിർദ്ദേശങ്ങളുടെയൊക്കെ അനുസരിച്ച് അതിനനുസൃതമായിട്ട് തന്നെ എല്ലാ ലബോറട്ടറി റെക്കോർഡുകളും അത് സജ്ജീകരിക്കുകയും അത് സൂക്ഷിക്കുകയും വേണം. എപ്പൊ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും നമുക്കത് എടുക്കാവുന്ന രീതിയിൽ എല്ലാ റെക്കോർഡുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെക്കാം. സെറ്റപ്പ് ആൻഡ് സജ്ജീകരിക്കുക, ആൻഡ് കീപ്പ് എന്ന് പറയുന്നത് സൂക്ഷിക്കുകയും ചെയ്യുക. സെറ്റപ്പ് ആൻഡ് കീപ്പ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻസിന് അനുസൃതമായിട്ട് തന്നെ ലബോറട്ടറിയിലുള്ള എല്ലാ റെക്കോർഡുകളും സജ്ജീകരിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുക. ഇനി make sure that supplies are available as needed for lab sections. Make sure that നമ്മൾ ഉറപ്പുവരുത്തണം the supplies are available as needed for a lab sections. lab sectionsന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, സപ്ലൈകള് എന്ത് ചെയ്യുക, അവൈലബിൾ ആക്കുക. ആവശ്യമായിട്ടുള്ള സപ്ലൈകള് അവൈലബിൾ ആണെന്ന് ഉറപ്പുവരുത്തുക. ലാബ് സെക്ഷൻസ്, ലാബിലെ ഓരോ പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ആ സപ്ലൈകള് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്ലൈകള് അവൈലബിൾ ആണ്, ലഭ്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Make sure that supplies are available as needed for lab sections. ലാബ് സെക്ഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈകള് അവൈലബിൾ ആണ്, ലഭ്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കി. Suggest measures to enhance testing procedure, use of equipment and the need for new equipments. അത് എൻഹാൻസ് ചെയ്യുക എന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിലാട്ടോ, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സജസ്റ്റ് മെഷേഴ്സ്, നടപടിക്രമങ്ങള് നമ്മൾ വികസിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്നാണ്. എന്തൊക്കെയാ? ടെസ്റ്റിംഗ് പ്രൊസീജിയർ, ഓരോ ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുകള്, യൂസ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം, ആൻഡ് നീഡ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. ഇനി പുതിയ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് പോരാ, പുതിയ ഇത് സിസ്റ്റം റിസർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ വികസിക്കുന്നതിന്റെ അനുസരിച്ച് നമ്മൾ പുതിയ എക്യുപ്മെന്റ്സുകൾ വേണ്ടി വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ എക്യുപ്മെന്റ്സ്, അതിപ്പോ ഉള്ളത് തന്നെ നമുക്ക് ഇച്ചിരി കൂടി കൂടുതൽ എണ്ണം വേണ്ടി വരാം. അപ്പൊ പുതിയ എക്യുപ്മെന്റ്സ് അതിന്റെയൊക്കെ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുക. സജസ്റ്റ് മെഷേഴ്സ് ടു എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. എന്തൊക്കെയാ? ടെസ്റ്റിംഗ് പ്രൊസീജിയർ,
യൂസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് ദ നീഡ്സ് ഫോർ ന്യൂ എക്യുപ്മെന്റ്. പുതിയ എക്യുപ്മെന്റിന്റെ ആവശ്യം, ടെസ്റ്റിംഗ് പ്രൊസീജിയർ, യൂസ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള സജഷൻ നടപടികൾ നിർദ്ദേശിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പറ്റുക ഒരു സജസ്റ്റ് ചെയ്യുക, ഒരിക്കലും നിർദ്ദേശിക്കുക. നെക്സ്റ്റ് നോക്കിയേ, മോണിറ്റർ, analyze and justify expense and revenue within the department. ആ ഡിപ്പാർട്ട്മെന്റിലെ ഉള്ളിലുള്ള ലബോറട്ടറി, അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള എക്സ്പെൻസ്, ചെലവുകള്, റവന്യൂ, അവിടെ കിട്ടുന്ന വരുമാനം, ചെലവുകള്, ഇതൊക്കെ എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക, അതിനെ അനലൈസ് ചെയ്യുക. ആൻഡ് ജസ്റ്റിഫൈ എന്ന് വെച്ചാൽ എന്താ, ന്യായീകരിക്കുക എന്നാണ് കേട്ടോ. justify expense and revenue within department. ഇപ്പൊ മൊത്തം എന്താ പറയാ, ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ലാബിന്റെ ഉള്ളിലുള്ള എക്സ്പെൻസ്, എത്രത്തോളം എക്സ്പെൻസ് ഉണ്ട്, അവിടെ വരുന്ന ഒരു ദിവസം നമുക്ക് എത്രത്തോളം റവന്യൂ, അവിടെ കിട്ടുന്ന വരുമാനം എന്തൊക്കെയുണ്ട്, അതിനെ ന്യായമായ രീതിയിൽ അതിനെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ് അതിന്റെ ലാബ് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പൊ ആരും ബൈഹാർട്ട് ചെയ്യണ്ട, ജസ്റ്റ് പോയിന്റ്സ് ഇതുപോലെ ഒരു 5 വെച്ച് നിങ്ങൾ പഠിക്കാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം, എന്നിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഫുള്ളൊന്നും പഠിക്കണ്ട കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വന്നേക്കുന്നത്. നമ്മള് എത്ര വരെ നമ്മളൊന്ന് റിവൈസ് ചെയ്തായിരുന്നു? എത്ര പോയിന്റ് വരെ പറഞ്ഞേ? നമ്പർ ഇട്ടിട്ടില്ല, അത് തന്നെ. റെസ്പോൺസിബിൾ ഫോർ, അത് വരെ പറഞ്ഞായിരുന്നു നോക്കൂ അല്ലെ? എത്ര? 18. നിങ്ങളുടെ പോയിന്റ്സ് എത്രാമത്തെയാ? എത്ര വരെ നമ്മളൊന്നുകൂടെ റിവൈസ് ചെയ്ത്? ആദ്യത്തെ 5 പറഞ്ഞു, പിന്നെ 5 ആത്മഹത്യ പറഞ്ഞു അല്ലെ? ഗൈഡ് ദ ഹാൻഡ്ലിംഗ്, അത് മൊത്തത്തിൽ 18 പോയിന്റ്സ് ഉണ്ടെന്നല്ലേ? 1, 15, 16, 17, 18, 18 പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഏതാ? റെസ്പോൺസിബിൾ ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഓൾ ലാബ്സ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റി അല്ലെ? എല്ലാ ഡിമാൻഡ് ഫെസിലിറ്റി, ആ ലാബില്, എല്ലാ ലാബിലും വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ആവശ്യാനുസരണം ഉള്ള സൗകര്യങ്ങള് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എൻഷുർ അഡ്ഹറൻസ് വിത്ത് ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് ടു പ്രൊവൈഡ് ബൈ ദ ഓപ്പറേഷൻസ്. ലാബിലെ പ്രവർത്തനങ്ങൾക്ക് അല്ലെ, ഫെഡറൽ, സ്റ്റേറ്റ് ആൻഡ് സിസ്റ്റം റെഗുലേഷൻസ് അത് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് assure compliance with all corporate policy and procedures in laboratory. ലബോറട്ടറിയിൽ നടക്കുന്ന പോളിസികളും പ്രൊസീജിയറുകൾ ഇതെല്ലാം പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ലാബ് റിസർച്ച് പോർട്ട്ഫോളിയോ, ലാബിന്റെ റിസർച്ച് പോർട്ട്ഫോളിയോ എല്ലാം ചെയ്യുക, വികസിപ്പിക്കുക. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് സെറ്റപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ റെക്കോർഡുകളും, ലബോറട്ടറി റെക്കോർഡുകളും അതിന് സ്പെസിഫിക്കേഷൻസിന് അനുസൃതമായിട്ടോ, സ്പെസിഫിക്കേഷൻസിന് അനുസൃതമായിട്ട് ലബോറട്ടറിയിലുള്ള എല്ലാ റെക്കോർഡുകളും സജ്ജീകരിക്കുകയും അത് കീപ്പ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അടുത്ത് മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെക്ഷൻ. ലാബ് സെക്ഷൻസിന് ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ അത് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അടുത്തത് ടെസ്റ്റിംഗ് പ്രൊസീജിയർ, യൂസ് ഓഫ് എക്യുപ്മെന്റ്സ്, നീഡ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്സ്, ഇതിന്റെയൊക്കെ അതിനെ വർദ്ധിപ്പിക്കുന്നത്, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള മെഷേഴ്സ് അല്ലെ നിർദ്ദേശിക്കുക. എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്ത് ചെയ്യുക, നിർദ്ദേശിക്കുക. പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റിൽ ആ ഡിപ്പാർട്ട്മെന്റിനുള്ളിലുള്ള എക്സ്പെൻസ്, ചെലവുകളും റവന്യൂ, വരുമാനം, ഇതെല്ലാം എന്ത് ചെയ്യുക, അതിനെ ന്യായമായ രീതിയിൽ തന്നെ അതിനെ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഓക്കെ, നിരീക്ഷിക്കുക. ജസ്റ്റ് പോയിന്റ്സ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ലബോറട്ടറി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കൂടിയും വരുന്നുണ്ട്, അതിനകത്ത് ഫാർമസി ആണ് കേട്ടോ. ഫാർമസി പണ്ട് ക്ലാസ്സിൽ നമുക്ക് ഫാർമസി
തുടങ്ങും കേട്ടോ. ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, ഫാർമസി ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഫാർമസി. എന്താ ഫാർമസി എന്ന് പറഞ്ഞാൽ? ഫാർമസി എന്താ? ഫാർമസി എന്താ? ഹോസ്പിറ്റൽ ഫാർമസി. എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടല്ലേ ഫാർമസി. ഫാർമസിയിൽ എന്താ കിട്ടുക നമുക്ക്? എന്താ ഫാർമസിയില്? മെഡിസിൻസ്. അവിടെ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളും നിങ്ങൾ പഠിച്ചിട്ടില്ലേ അല്ലെ? ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. അപ്പൊ അതില് ആ പല ഡിപ്പാർട്ട്മെന്റുകളില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. അവർക്ക് മെഡിസിൻസ് കൊടുത്താലല്ലേ അവരുടെ രോഗമൊക്കെ മാറുള്ളൂ. ഡോക്ടർ ഡിസീസ് ഒക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് ഓരോ ആ ഡിസീസിനും ആയിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഫാർമസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളും അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇടയിൽ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി. Hospital pharmacy is a department in hospital that manage the use of medications for patients. പേഷ്യൻസിന് വേണ്ട മരുന്നുകള് അല്ലെ, അത് മാനേജ് ചെയ്യുന്നതാണ്. അതാണ് ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫാർമസി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ സെക്കൻഡ് ഇയർ ഫാർമസി വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാർവതി. അപ്പൊ പാർവതി ഇവിടെ ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാർവതിയോട് കൂടി ചോദിക്കാം അല്ലെ. പാർവതിയുടെ ഒരു സജഷൻ കൂടി. ഡിഫാം ആണോ? സഫീറ. ഓക്കെ, അപ്പൊ അതെ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നും പഠിച്ചു വരുമ്പോൾ ഇത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേന്നും ഇനി അവർക്ക് എന്തെങ്കിലും സജഷൻ നമുക്ക് തരാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ അല്ലേ? ഫാർമസി ഡിഫാം ആണ് അല്ലെ. എക്സ്റേ നമ്മൾ റേഡിയോളജി എടുത്തപ്പോ സഫീറ പറഞ്ഞായിരുന്നു, എക്സ്റേയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഫാർമസിയുടെ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, എങ്കിലും നമുക്കപ്പോ ഫാർമസി സ്റ്റുഡൻസ് ഉണ്ട്. ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, ഇങ്ങനെയൊക്കെ തന്നെയാണോ ഓരോ കാര്യങ്ങൾ എന്നുള്ളത് ചോദിക്കാം. അവർ പഠിക്കുന്നതും ഇതൊക്കെ തന്നെയാണോ എന്നുള്ളത് ചോദിക്കാമല്ലോ. ഫാർമസി ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് എന്നാ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ തുടങ്ങണം, നമുക്ക് കറക്റ്റ് സമയം കറക്റ്റ് ആണ്. ലബോറട്ടറിയുടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പതുക്കെ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.